ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനുമാണ് ബജറ്റിൽ മുൻഗണനയെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കും. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാനാണ് പ്രഥമ പരിഗണനയെന്നും കുടിശ്ശിക അടുത്ത വർഷം കൊടുത്തു തീർക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വന്യജീവി ആക്രമണം തടയാൻ വനനിയമത്തിൽ ജനന നിയന്ത്രണം അടക്കമുള്ള കാലോചിതമായ പരിഷ്കാരമുണ്ടാകണമെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ബജറ്റ് അവതരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ അമൃത വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടെ ഏറെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇക്കുറി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ എന്ത് മാജിക്കാകും കാട്ടുക എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താനാകുന്നില്ല, പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കുന്നില്ല തുടങ്ങിയ ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് തന്നെയാണ് ഇക്കുറി ബജറ്റിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. ഈ നെല്ലിൻ്റെ കാര്യത്തിനകത്തൊക്കെ നമുക്ക് 1000-ലധികം കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനും വിലക്കയറ്റം പിടിച്ചു നിർത്താനും ഏറ്റവും വലിയ പ്രയോറിറ്റി ഉണ്ടാവും ഗവൺമെന്റിന്. ഓഖിക്കും പ്രളയത്തിനും ശേഷം കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് പ്രത്യേക ഊന്നൽ നൽകുകയാണ് ബജറ്റിൽ. മനുഷ്യന് നിസ്സഹായാവസ്ഥയുണ്ട് ചില കാര്യങ്ങൾ. പക്ഷേ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കാണാം. അതനുസരിച്ച് കാര്യങ്ങൾ അതിനൊരു പ്രിപ്പയർഡ്നെസ് മുൻകൂട്ടി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആധുനികമായ സംവിധാനങ്ങൾ വേണം എന്നുള്ളതാണ്. അതുകൊണ്ട് അതിന് ഒരു തടസ്സം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരില്ല. കൂടുതൽ അക്കാര്യത്തിൽ ശ്രദ്ധിച്ച് മുൻകൂട്ടി ഈ കാര്യങ്ങൾ കണ്ടെത്താനും സ്ഥിരമായി ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ പറ്റുന്ന ചില ഇത്തരം ക്ലൈമറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെയുള്ള പദ്ധതികളുണ്ടാവും. സാമൂഹ്യക്ഷേമ പെൻഷൻ കൂട്ടുമോ എന്നത് ഏവരും ഉറ്റുനോക്കുമ്പോൾ അതിനുള്ള സാധ്യതയും ധനമന്ത്രി തള്ളുന്നില്ല. ഇടക്കാലത്ത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം കുറച്ച് കുടിശ്ശിക വന്നിരുന്നു. അത് നമ്മൾ മുഴുവൻ കൊടുത്തു തീർക്കും. 5 മാസത്തെ കുടിശ്ശികയാണ് കഴിഞ്ഞ വർഷം ആദ്യം. അതിനകത്ത് 2 മാസത്തെ കൊടുത്തു കഴിഞ്ഞു. ഇനി 3 മാസത്തേക്കും കൂടി കുടിശ്ശികയുണ്ട്. അതിപ്പോൾ അടുത്ത വർഷം കൊടുത്തു തീർക്കും. യാതൊരു ബുദ്ധിമുട്ടില്ല. അത് കൊടുത്തു തീർക്കും. 3000 കോടി കൂടി വേണം. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്തു തീർക്കുകയും അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്യുകയാണ്. ഇപ്പം മാസം തോറും കൃത്യമായിട്ട് ആ പറഞ്ഞ സമയത്ത് ആ തുക എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ദിനംപ്രതി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാകുന്ന വേളയിൽ വനനിയമത്തിൽ ജനന നിയന്ത്രണമടക്കം കാലോചിതമായ പരിഷ്കാരം കൊണ്ടുവരണമെന്നാണ് ധനമന്ത്രി നിർദ്ദേശിക്കുന്നത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ചെലവ് ചുരുക്കൽ ചർച്ച തുടരുകയാണ്. ഇതിന്റെ തീരുമാനങ്ങൾ പ്രഖ്യാപനമായി ബജറ്റിൽ പ്രതീക്ഷിക്കാമെന്നും ധനമന്ത്രി സൂചന നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.